സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തക മെഹർ തരാറിൽ നിന്ന് ദില്ലി പോലീസ് മൊഴിയെടുക്കും. സുനന്ദ പുഷ്കറിന്റെ സുഹൃത്ത് സുനിലിലേക്കും ദില്ലി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. സുനന്ദയുടെ സഹായി നാരായൺ സിംഗിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം സുനന്ദ പുഷ്കർ കേസിൽ 3 ദിവസത്തിനകം കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു. മരിക്കുന്നതിന് തൊട്ടുമുൻപ് പാകിസ്ഥാനി മാധ്യമപ്രവർത്തക മെഹർ തരാറിനെ കുറിച്ച് സുനന്ദ പുഷ്കർ ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഏറെ വിവാദമായിരുന്നു. പിന്നീടവ സുനന്ദ പുഷ്കർ തന്നെ തിരുത്തിയെങ്കിലും ശശി തരൂരും മെഹർ തരാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ബാക്കിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മെഹർ തരാറിൽ നിന്ന് മൊഴിയെടുക്കാൻ ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. ആദ്യഘട്ടമെന്ന നിലയിൽ മെഹർ തരാറിന് ചോദ്യാവലി ഇമെയിലായി അയച്ചു നൽകും. ഇതിനോട് മെഹർ തരാർ സഹകരിച്ചില്ലെങ്കിൽ നിയമപരമായി നീങ്ങാനും ദില്ലി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് മെഹർ തരാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശശി തരൂരിന്റെ ഓഫീസിലെ ജീവനക്കാരനായിരുന്ന നാരായൺ സിംഗിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുനന്ദ പുഷ്കറിന്റെ സുഹൃത്തായ സുനിൽ എന്ന വ്യക്തിയിലേക്ക് കൂടി ദില്ലി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സുനിൽ എന്ന പേരുള്ള വ്യക്തി സുനന്ദ പുഷ്കറിനെ നിരന്തരം സന്ദർശിച്ചിരുന്നതായും ഇദ്ദേഹം ട്വിറ്റർ ഉപയോഗിക്കാൻ സുനന്ദ പുഷ്കറിനെ സഹായിച്ചിരുന്നുവെന്നും നാരായൺ സിംഗ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം സുനന്ദ പുഷ്കറും ശശി തരൂരും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാക്കേറ്റമുണ്ടായെന്നും ഇതിനിടയിൽ വെച്ച് മാധ്യമങ്ങളോട് താൻ എല്ലാം തുറന്നു പറയുമെന്ന് സുനന്ദ പുഷ്കർ ശശി തരൂരിനെ ഭീഷണിപ്പെടുത്തിയെന്നും നാരായൺ സിംഗിന്റെ മൊഴിയിലുള്ളതായാണ് സൂചന. അതേസമയം സുനന്ദ പുഷ്കറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ 3 ദിവസത്തിനകം തന്നെ പുറത്തുവിടാനാകുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി പറഞ്ഞു. The SIT has started its investigation just recently and they are now going to look into each and every aspect. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ പേരെ ദില്ലി പോലീസ് ചോദ്യം ചെയ്തേക്കും. റിപ്പോർട്ടർ, ദില്ലി.